സഞ്ചാരികൾ സൊത്താനിയിലെത്തി. അവിടെ രാത്രി ചെലവഴിച്ചു. ഇവിടെ വെച്ചായിരുന്നു യാക്കോബിന്റെ ഇളയ മകൻ ജോസഫിനെ അസൂയ മൂലം മൂത്ത സഹോദരർ അടിമയാക്കി വിറ്റത്. ഈ ജോസഫിന്റെ തന്നെ പേരായിരുന്നു നസ്രത്തിലെ ജോസഫിന്റേതും. മേരിയും ജോസഫും പൂർവ്വപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. തങ്ങളുടെ കുടുംബങ്ങളിൽ അസൂയയും വഴക്കുമുണ്ടാകാതിരിക്കുവാൻ ഭക്തരായ യഹൂദരും പ്രത്യേകം പ്രാർത്ഥന നടത്തിയിരുന്നു. എന്റെ ബാല്യകാലത്ത് വീട്ടിലും സ്കൂളിലുമൊക്കെ മത്സരവും വഴക്കും പതിവായിരുന്നുവോ? എങ്കിൽ അവ ഓർമ്മയിൽ വെച്ച് ദൈവത്തോട് ക്ഷമയാചിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തരം അനുഭവത്തിലൂടെ വളർന്ന ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, സ്നേഹമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളിൽ ദേഷ്യപ്പെടാതിരിക്കുവാനും അവരിലെ ചെറിയ നന്മയിൽ പോലും സന്തോഷം കണ്ടെത്തുവാനും നമ്മെ സഹായിക്കുന്നത്. ഇന്ന് ഞാൻ കാണുന്നവരിലെ നന്മകളെ കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. മറ്റുള്ളവരിലെ ദൈവകൃപകൾ നമ്മുടെ ജീവിതത്തിലും ലഭിക്കുവാൻ വേണ്ടി നമുക്കും ഈശോയോടൊപ്പം സഞ്ചരിക്കാം.